അതിർത്തിയിൽ 7 ഇടങ്ങളിലാണ് വീണ്ടും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ജമ്മുവിലും സാംബയിലും പത്താൻകോട്ടും പാക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് രജൌരിയിലും ഇത്തരത്തിൽ വലിയ എക്സ്പ്ലോഷൻസ്, സ്ഫോടക ശബ്ദം കേൾക്കാൻ കഴിയുന്നു. അവിടെ വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതായി ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ബ്ലാക്ക് ഔട്ടാണ് രജൌരിയിലുള്ളത്. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും പുതിയതായി ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. 7 ഇടങ്ങളിൽ പാക് ഡ്രോൺ ആക്രമണം എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇപ്പോൾ നോക്കൂ, രജൌരിയിലും അവിടെ എക്സ്പ്ലോഷൻസിന്റെ ശബ്ദം കേൾക്കുന്നു, ദൃശ്യങ്ങൾ കേൾക്കുന്നു. ആ ദൃശ്യങ്ങൾ NI ഉൾപ്പെടെയുള്ളവ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? നീലിമ, ഏറ്റവും പുതിയ അപ്ഡേഷനായി നമുക്ക് ഈ രജൌരിയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ ഡ്രോൺ ആക്രമണം ഇന്നിപ്പോൾ നടത്താൻ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ജമ്മു, സാംബ, ഉറി, പൂഞ്ച്, ഹന്ദ്വാര, കുപ്വാര എന്നീ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ ഹിറ്റ് ചെയ്യാനായി അവര് ലക്ഷ്യസ്ഥാനമായി കണ്ടിരുന്നത്. പക്ഷെ അവിടേക്ക് പതിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഡ്രോണുകൾ പൂർണ്ണമായി തന്നെ തകർക്കുവാൻ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജമ്മു നഗരത്തിൽ ഇന്നലെയും പ്രകോപനത്തിന് ശ്രമിച്ചിരുന്നു. ജമ്മു യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ജമ്മു വിമാനത്താവളവുമാണ് ഇന്നലെ ശത്രുരാഷ്ട്രം ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇന്നലെയും അത് നമ്മൾ പ്രതിരോധിച്ചതാണ്. ഇന്നിപ്പോൾ സാംബയിലും ഉറിയിലും പൂഞ്ചിലും ഹന്ദ്വാരയിലും കുപ്വാരയിലും ഈ ജമ്മു കാശ്മീരിലെ ഇത്രയും സ്ഥലങ്ങളിലാണ് ഡ്രോൺ ആക്രമണത്തിനുള്ള ശ്രമം നടത്തിയത്. ഇത് കൂടാതെ പഞ്ചാബിലും പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബിലെ പട്ടാൻകോട്, അവിടെ ഇന്നലെയും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശ്രമിച്ചിരുന്നു. നമുക്കറിയാം, ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളിൽ ഒന്നാണ് പട്ടാൻകോട്. അതിനാൽ പട്ടാൻകോട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്നും, ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ ഈ രാജസ്ഥാനിലെ ജയ്സൽമീരില്, അതോടൊപ്പം തന്നെ ബാർമർ, ഒപ്പം പൊക്രാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടു എന്നത് സംബന്ധിച്ചുള്ള ചില അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. പക്ഷെ അതൊരു സ്ഫോടനം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു രീതിയിലുള്ള ആക്രമണമായിരിക്കില്ല. ഒരുപക്ഷെ ഈ ഡ്രോണുകളും മറ്റും വന്ന് പതിക്കുന്നതിന്റെ, അതായത് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ തകർന്നു വീഴുന്ന ഡ്രോണുകൾ വന്ന് നിലത്തോ മൈതാനങ്ങളിലോ പതിക്കുന്നതിന്റെ ശബ്ദമാകാമെന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാലും രാജസ്ഥാനിലെ ഈ പൊക്രാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ സ്ഫോടക ശബ്ദം കേട്ടു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്തകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ വന്ന് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ തകരുകയും അതിന്റെ അവശിഷ്ടങ്ങൾ വീഴുന്നതിന്റെയും ഒക്കെ ശബ്ദമായിരിക്കാം ഈ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ജമ്മു കാശ്മീരിലാണ് ഇന്നിപ്പോൾ കൂടുതൽ പ്രകോപനം ഇന്നത്തെ ദിവസവും നടക്കുന്നത്. ഗൗതമിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ അമൃത്സറിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജിഷ്ണു, അമൃത്സർ വളരെ സെൻസിറ്റീവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അവിടെ സുവർണക്ഷേത്രം അടക്കം നിലകൊള്ളുന്ന ഇടം, അവിടെ വലിയ പ്രകോപനം സൃഷ്ടിക്കാൻ ചില നീക്കങ്ങൾ ബോധപൂർവം നടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? നിലവിൽ 4 സ്ഫോടനം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ. ഡ്രോണുകൾ അതിവിജയകരമായി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അമൃത്സർ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡ്രോണുകൾ എത്തിയിട്ടുള്ളത്. കൂടാതെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പത്താൻകോട്ട്, ഗുരുദാസ്പൂർ, അമൃത്സർ, അതായത് ജമ്മു കാശ്മീർ ജിഷ്ണു, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ജയ്സാൽമീറിൽ നമ്മൾ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട ഇടമാണ്. അവിടെ മാർക്കറ്റുകളൊക്കെ 5 മണിക്ക് മുൻപേ അടച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെയും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ്, ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രകാരം 11 ഇടങ്ങളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ ആക്രമണം, അതായത് നമ്മൾ ഓരോ സ്ഥലപ്പേരുകൾ പറയുമ്പോഴും ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് തീരപ്രദേശം വരെയുള്ള അതിർത്തി മേഖലകൾ പാകിസ്ഥാന് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്താൻ സാധിക്കുന്ന മേഖലകളാണ്. പക്ഷെ അത് അതിർത്തി കടന്ന് ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഇത്തരം ഡ്രോണുകളും മിസൈലുകളും എത്താതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനം ഈ മേഖലയിൽ ഭാരതം സുരക്ഷിതമായി തന്നെ ഇതിനോടകം സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം 11 ലൊക്കേഷനുകളിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകൾ, സാംബ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകൾ, പത്താൻകോട്ട്, ഗുരുദാസ്പൂർ, അമൃത്സർ, കൂടാതെ
ജയ്സാൽമീർ അത്തരത്തിൽ രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ അതിർത്തി മേഖലകളിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ നടന്നിട്ടുള്ളത്. ഇന്നലെയും ഇതേ സമാനമായ ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് സമാനമായ ഡ്രോൺ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുള്ളത്. ടർക്കി നൽകിയിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണം നടത്താൻ ശ്രമം നടത്തുന്നത്. അതിന് വളരെ കൃത്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനം ഭാരതം ഒരുക്കിയിട്ടുണ്ട്. മിസൈലുകളും ഡ്രോണുകളും അതിർത്തി കടന്ന് ഭാരതത്തിന്റെ മണ്ണിലേക്ക് എത്താതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനം ശക്തമാണ്. 11 ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിക്കുന്നു. തുടർച്ചയായിട്ടുള്ള 2ാം ദിവസം രാത്രിയിലും ഭാരതത്തെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എല്ലാ ഡ്രോണുകളും വളരെ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ വൃത്തങ്ങൾ നമുക്ക് നിലവിൽ ലഭ്യമാക്കുന്ന വിവരങ്ങൾ. നേരത്തെ ഒന്നും സ്ഥലത്തേക്ക് നമ്മൾ എടുത്തു വരുമ്പോൾ ജയ്സാൽമീർ കൂടാതെ ഗുർദാസ്പൂർ, പത്താൻകോട്ട്, ഉൾപ്പെടെയുള്ള ജമ്മു മേഖലകളിലാണ് അത്തരം 11 ഇടങ്ങളിലാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ഡ്രോണുകളും വളരെ വിജയകരമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ടെന്നാണ് ഈ മുമ്പോട്ടുള്ള പ്രകോപനത്തിന് പാകിസ്ഥാൻ മുന്നിലുണ്ടെന്നാണ് നോക്കിക്കാണേണ്ടത്. ഇന്നലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു F-16 F-17 ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ അതിർത്തിയിലെത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാനും മിസൈലുകൾ അയക്കാനും ശ്രമിച്ചിരുന്നു. ആ മിസൈലുകൾ പ്രതിരോധിക്കുന്നതോടൊപ്പം പോർ വിമാനങ്ങളും അടിച്ചു തകർക്കാൻ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് ഇന്നലെ സാധിച്ചിരുന്നു. ഏതു തരത്തിലുമുള്ള പ്രകോപനം അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമ ശ്രമം അതിർത്തി മേഖലയിൽ വ്യോമമാർഗം വഴി ഉണ്ടായാൽ അത് വളരെ ജിഷ്ണു തുടരുക. ഇപ്പോൾ അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടുവന്നതിന് ശേഷം ഒരിക്കൽ കൂടി ജിഷ്ണുവിലേക്ക് എത്താം. ഇത് ജമ്മുവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കനത്ത തിരിച്ചടി നൽകുകയാണ് ഭാരതം പാകിസ്ഥാന്. അവിടെ സാംബ അതിർത്തിയിൽ നിന്ന് തുടങ്ങിയ ആ പ്രകോപനം ഇപ്പോൾ 12 ഇടങ്ങളിലേക്ക് നീണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്നലത്തേതിന് സമാനമല്ലെങ്കിൽ കൂടി നമ്പറിന്റെ കാര്യത്തിൽ വളരെ കുറച്ച് എണ്ണം കൂട്ടി ഇവർ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുകയാണോ എന്ന ഒരു സംശയം ബലപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ജിഷ്ണു, ഒരിക്കൽ കൂടി പോകുകയാണെങ്കിൽ പത്താൻകോട്ടും പൊഖ്റാനും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്നും ഒരു ദേശീയ മാധ്യമം നൽകുന്ന വിവരമനുസരിച്ച് 10 മുതൽ 12 വരെ എക്സ്പ്ലോഷൻസ് അവിടെ നടന്നിട്ടുണ്ട് പത്താൻകോട്ടും പൊഖ്റാനും കേന്ദ്രീകരിച്ച് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്? വിവിധ മേഖലകളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഗുജറാത്ത് തീരത്തും കച്ച് മേഖലയിലും ഇപ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് കൂടുതൽ മേഖലകൾ ഗുജറാത്ത് തീരപ്രദേശം മുതൽ ജമ്മു കാശ്മീർ അതിർത്തി പ്രദേശം വരെ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നിട്ടുള്ള മേഖലകളിൽ വ്യോമമാർഗം ഭാരതത്തെ ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കുറച്ചു മുൻപ് പുറത്തു വന്നത് 11 ഇടങ്ങൾ എന്നായിരുന്നുവെങ്കിൽ അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഗുജറാത്തിലെ കച്ച് തീരപ്രദേശം കൂടാതെ അമൃത്സർ, ജയ്സാൽമീർ, അഠാരി മേഖല, പത്താൻകോട്ട്, ഗുർദാസ്പൂർ, സാംബ ഉൾപ്പെടെയുള്ള ജമ്മു സെക്ടറിലെ പ്രദേശങ്ങൾ ഇവിടങ്ങളിലാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകൾ വളരെ കൃത്യമായി പ്രതിരോധിക്കുന്നതിനും അത് തകർക്കുന്നതിനും നിലവിൽ ജിഷ്ണു, നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ആധികാരികമായി നമ്മുടെ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള ഈ ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഒട്ടും അഭ്യൂഹങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലാതെ വളരെ കൃത്യമായി ആധികാരിക വിവരം മാത്രമാണ് ഇപ്പോൾ ജനം TV പ്രേക്ഷകർക്ക് മുമ്പാകെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജിഷ്ണു, തുടരൂ. തീർച്ചയായും അത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നിലവിൽ പുറത്തുവിടുന്നുണ്ട്. കാരണം ഇന്നലെ ഭാരതം നടത്തിയിട്ടുള്ള തിരിച്ചടി സംബന്ധിച്ചും ഒപ്പം പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം സംബന്ധിച്ചും വിവിധ തരത്തിലുള്ള വ്യാജ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. പല മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.
പ്രതിരോധ സംവിധാനങ്ങൾ വളരെ കൃത്യമായും ഈ ഡ്രോൺ പ്രതിരോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഏജൻസികൾ വഴിയും ഒപ്പം പ്രതിരോധ സംവിധാനങ്ങൾ വഴിയും പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുക പാകിസ്ഥാൻ അതിർത്തിയിൽ ഗുജറാത്ത് തീരപ്രദേശം മുതൽ ജമ്മു കശ്മീർ അതിർത്തി പ്രദേശം വരെ അന്താരാഷ്ട്ര അതിർത്തിയിൽ വ്യോമ മേഖലയിൽ തുടർച്ചയായി ഡ്രോൺ ആക്രമണത്തിന് ശ്രമിച്ചുകൊണ്ട് ഭാരതത്തെ ആക്രമിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖലകൾ പരിശോധിക്കുമ്പോൾ ഗുജറാത്തിൽ കച്ച് മേഖലയിലും കൂടാതെ രാജസ്ഥാൻ ജയ്സാൽമീർ മേഖലയിലും അട്ടാരി അതിർത്തിയിൽ അമൃത്സർ മുകളിലേക്ക് ഗുരുദാസ്പൂർ പത്താൻകോട്ട് ജമ്മുവിൽ സാംബ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ പ്രദേശങ്ങളിലാണ് ഡ്രോൺ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് അക്രമം നടത്തിക്കൊണ്ട് ഭാരതത്തിന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. ആ ശ്രമങ്ങളെല്ലാം വിഫലമാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രതിരോധം ഈ ഡ്രോണുകൾക്കും ഭാരതം മറുപടി നൽകുന്നുണ്ട്. ഒപ്പം ഇനിയുള്ള നിമിഷങ്ങളിൽ ഈ പ്രകോപനത്തിന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നും ഈ ഭാരതം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം സംബന്ധിച്ച് സൈനിക വൃത്തങ്ങളും ഒപ്പം വിദേശകാര്യ സെക്രട്ടറിയും വിശദാംശങ്ങൾ നൽകിയപ്പോഴും ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സംഘർഷം പക്ഷേ പ്രകോപനങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടി നൽകും എന്ന് ഭാരതം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിർത്തി മേഖലകളിൽ വ്യോമമാർഗം പാകിസ്ഥാൻ ഡ്രോൺ വിട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രകോപനങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള തിരിച്ചടി എന്തായാലും ഭാരതം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ മേഖലകളിലെല്ലാം ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് പൂർണ്ണമായും വൈദ്യുതി ഉൾപ്പെടെ വിച്ഛേദിച്ചുകൊണ്ട് ഈ ലൈറ്റുകൾ പൂർണ്ണമായും ഓഫ് ചെയ്തുകൊണ്ട് യാതൊരു തരത്തിലും സൈന്യത്തിന്റെയോ അല്ലെങ്കിൽ സിവിലിയൻസിന്റെയോ നീക്കങ്ങൾ ശ്രദ്ധ നൽകാതിരിക്കാൻ അത്തരത്തിലുള്ള നീക്കങ്ങൾ യാതൊരു തരത്തിലും ട്രേസ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലും പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മേഖലകളിലെല്ലാം തന്നെ സാംബ ഉൾപ്പെടെയുള്ള ജമ്മു സെക്ടറിൽ പൂർണ്ണമായും പത്താൻകോട്ടിലും ഗുരുദാസ്പൂരിലും അമൃത്സറിലും ഉൾപ്പെടെയുള്ള മേഖലകളിൽ അട്ടാരി മേഖലയിൽ ഉൾപ്പെടെ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. രാവിലെ വരെ നടപടി തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇരുട്ടിലായിരിക്കും. വെളിച്ചം അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകാശം തെളിയിക്കരുത് എന്ന കർശന നിർദ്ദേശം ഇത്തരത്തിൽ സൈനിക നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപേ തുടരുക. ഇരുട്ടിന്റെ മറവ് പറ്റി ഭാരതത്തിന്റെ അതിർത്തികൾ ആക്രമിക്കാൻ വന്ന പാക് ഡ്രോണുകൾ ഒന്നൊന്നായി വെടിവെച്ചിടുന്ന അന്തരീക്ഷത്തിൽ തന്നെ വെച്ച് നിർവീര്യമാക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ് അതിർത്തികളിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. പല സൈനിക സ്ട്രിപ്പുകളും അതുപോലെ സൈനിക ആസ്ഥാനങ്ങളും ആസ്ഥാനമാക്കിക്കൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണത്തിനാണ് പാകിസ്ഥാൻ മുതിർന്നിരിക്കുന്നത്. വളരെ കൃത്യമായ തിരിച്ചടി ഏറ്റുവാങ്ങുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.